ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദുഷ്ടാരൂപിയുടെ പദ്ധതികളെ യേശുവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ, യേശുനാമത്തിന്റെ ശക്തിയിൽ തകർത്തെറിഞ്ഞ് ദൈവിക പദ്ധതികളിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക് നീ നടന്നെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ജീവിതത്തില് പിരിമുറുക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്ന് സഭയിലൂടെ നമുക്കും അത് കൈമാറി നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഒരു അഭിഷേകമാണ്, ഒരു അധികാരത്തിന്റെ അഭിഷേകമാണ്. ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തിന്റെ മുകളിലും ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇന്ന് നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന, മുമ്പിൽ നിന്നും പുറകിൽ നിന്നും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, ചില വ്യക്തികളിലൂടെയാകാം, ചില സ്ഥലത്തു നിന്നാകാം, നിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഇന്ന് ഈ വചനം ഉപയോഗിച്ച് ആത്മാവിൽ ആ വിഷയത്തിന്റെ മേൽ ദുഷ്ടാരൂപിയുടെ പദ്ധതികൾക്കെതിരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അധികാരമെടുക്കുക. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനകത്തും ആത്മാവിന്റെ ലോകത്ത്, കർത്താവിന്റെ ലോകത്ത് നിന്ന് നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന അധികാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മേൽ ആത്മാവിന്റെ ലോകത്തിന്റെ നിയന്ത്രണം കടന്നു വരും. ഇന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ, എനിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ, മുൻപിന്നും പിൻപിന്നും പാമ്പുകളും തേളുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേൾ ആക്രമിക്കുന്നത് എങ്ങനെയാ, പാമ്പ് വരുന്നത് എങ്ങനെയാ, അത് ഒരു മാനുഷിക രീതിയിൽ നമ്മൾ അതിനെ കാണുമ്പോൾ, ആത്മീയ തലത്തിൽ അതിനെ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ, മുമ്പിൽ നിന്നും പുറകിൽ നിന്നും പല തലങ്ങളിൽ നിന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത സമയത്ത് വീട്ടിലെ പാമ്പ് ഇഴഞ്ഞു കയറുന്ന ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അതുപോലെ തന്നെ തേളുകളുടെ ആക്രമണങ്ങൾ, പുറകിൽ നിന്നുള്ള ആക്രമണങ്ങൾ, അല്ലെ, അത്തരത്തില് ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ, ദുഷ്ടാരൂപിയുടെ മണ്ഡലങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തിന്റെ മുകളിലും നീ അറിഞ്ഞതും അറിയാതെയുമായി നിനക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളുടെ മുകളിലും യേശുനാമത്തിന്റെ ശക്തിയിലൂടെ, ലൂക്കാ 10:19 വചനത്തിന്റെ അഭിഷേകത്തിലൂടെ, യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തിയിലൂടെ ഇന്ന് വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുനാമത്തിന്റെ ശക്തിയിൽ അത് സംഭവിക്കട്ടെ. യേശു പറഞ്ഞു, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു, ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ സമയത്ത് ഈ ദുഷ്ടന്റെ പ്രവൃത്തിയെ കർത്താവ് കുരിശിൽ ആയുധവർഗം വെപ്പിച്ച് പരാജയപ്പെടുത്തി അവന്റെ മേൽ അധികാരം നേടിയെടുത്തു. ഇന്ന് ആ അധികാരത്തിന് അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവ് ശിഷ്യനോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കാൻ. അത് എപ്പോഴാണ് പറഞ്ഞത്? യേശു ക്രൂശിൽ പിശാചിനെ, അവന്റെ സൈന്യത്തെയും ആയുധവർഗം വെപ്പിച്ച് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയതിനു ശേഷമാണ് യേശു അത് പറഞ്ഞത്. ഇന്ന് സഭയിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ നമ്മൾ ഓരോരുത്തരിലേക്കും ആ അധികാരത്തിന് അഭിഷേകമുണ്ട്. ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന നിന്റെ ഉള്ളിൽ അധികാരത്തിന് അഭിഷേകമുണ്ട്. ഇന്ന് ആത്മമണ്ഡലങ്ങൾ നിനക്കെതിരെ ഉയരുന്ന, നിനക്കെതിരെ പാഞ്ഞെടുക്കുന്ന ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ നീയല്ല തകർക്കുന്നത്, ക്രിസ്തു തകർക്കുന്നു. കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ബലത്തിൽ തകർക്കുന്നു. അതുകൊണ്ട് ഇന്ന് കർത്താവ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അഭിഷേകത്തിന്റെ കീഴിലേക്ക് കടന്നു വന്ന് ലൂക്കാ 10:19 വചനം ഉപയോഗിച്ചെന്ന് പ്രാർത്ഥിച്ച് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തിന് മേലും ചവിട്ടി നടക്കുവാൻ, അതിന് മുകളിലൂടെ ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും നിനക്കും എനിക്കെതിരെ വരുന്ന പിശാചിന് ആയുധങ്ങൾ ഫലപ്രദമാവുകയില്ല. കാരണം അതിന് മുൻപിൽ കുരിശിൽ സകലതും പൂർത്തീകരിച്ചവനായ യേശു നിൽക്കുകയാണ്. ആ യേശുവിന്റെ രക്തം കൊണ്ട് ജൂലൈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിന്റെ തിരുരക്തത്തെ പ്രത്യേകമായി ഓർക്കുന്ന മാസമാണ്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തെ ഓർക്കുന്ന മാസമാണ്. ഈശോ നിനക്ക് വേണ്ടി അതിദാരുണമായ പീഡാസനങ്ങൾ ഏറ്റുവാങ്ങിയതിന്റെ യോഗ്യതയാൽ, ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ടെറ്റലസ്റ്റായി കർത്താവിന്റെ ഫിനിഷ്ഡ് വർക്കിന്റെ അഭിഷേകത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പിശാചിന്റെ പദ്ധതികൾ തകർന്നടിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇൻ ജീസസ് നെയിം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ. കർത്താവിന്റെ അഭിഷേകം വ്യാപരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വലിയ വിടുതലുകൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമുക്ക് നടന്നെടുക്കാം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ഹാസ് ഗ്രേറ്റ് പ്ലാൻസ് ഫോർ യു. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ആമേൻ. ടെറ്റലസ്റ്റായി.